ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനത്തിൽ പുഷ്പാർച്ചനയും നെഹ്റു അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മുൻ KPCC അംഗം V. കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, സലിം തേക്കാട്ടിൽ, M. സജീവൻ, കുട്ടിച്ചൻ തുണ്ടിയിൽ, തോമസ് കൈപ്പനാനിക്കൽ, ബിപിൻ രാജ്, P. കൃഷ്ണൻകുട്ടി, P. മോഹനൻ, MB അനിൽ ബാബു, സുകുമാരൻ കരാള, കൃഷ്ണൻ പള്ളിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും യുഗമാണ് നെഹ്റു കുടുംബം. മോത്തിലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു ബ്രിട്ടീഷുകാരോട് ഇന്ത്യ ജനങ്ങളെ രക്ഷിക്കാൻ, അങ്ങനെ ഇന്ത്യയെ സാഹോദര്യം വളർത്തിയെടുക്കുന്നതിന്, മതപരമായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ ഊർത്തിയെടുക്കുന്നതിന്, നമുക്ക് പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നേരിടുന്നത് ഇന്ത്യയിൽ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, എവിടെയും ഭക്ഷണമില്ല. 3-ാം റേഷനാണ് കൊടുത്തിരുന്നത്. ആ 3-ാം റേഷൻ പോലും ആ കാലത്ത് എല്ലാ റേഷനും കൊടുക്കാൻ കഴിയുന്നു. നിങ്ങൾക്കറിയാം, 1950-55 കാലങ്ങളിലൊക്കെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലം. അങ്ങനെ ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കൃഷിഭൂമി, ആ കൃഷിഭൂമി വളർത്തിയെടുക്കണം, അവിടെ കൃഷി ചെയ്യണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ആദ്യം ഇന്ത്യയിൽ പഞ്ചാബിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത്. അക്കാണെങ്കിൽ അണക്കെട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ആ അണക്കെട്ടിൽ വെള്ളം സംഭരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃഷിഭൂമികൾ വളരെ ഭൂമികളാക്കി മാറ്റിയത്. വലിയ കാഴ്ചപ്പാടായിരുന്നു. പിന്നീട് വ്യവസായങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യവസായം ഉണ്ടാകുന്നവന് രക്ഷയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ സ്ഥാപനങ്ങളുണ്ടായി. റോർക്കലയും അതുപോലെ മുങ്കാപൂരും ഒക്കെയുള്ള ഉരുക്ക് നിർമ്മാണശാലകൾ അദ്ദേഹത്തെ തിരിച്ചു. ആ ഉരുക്ക് നിർമ്മാണശാലകളിൽ ഉണ്ടാക്കുന്ന ഉരുക്കുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ പരിപാടി മണ്ഡലത്തിലേക്ക് താഴോട്ട് നിൽക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മഹാത്മാഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് രാജ്യത്തിൻ്റെ വളർച്ച എന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണെന്നും ഗ്രാമങ്ങളുടെ ഉന്നമനത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ വളർച്ച മുന്നോട്ട് നീങ്ങേണ്ടതെന്നും എന്ന സന്ദേശം അദ്ദേഹം ഗാന്ധിയിൽ നിന്നും നെഞ്ചോട് ചേർക്കുകയും പിന്നീട് അങ്ങോട്ട് അവർ ചേർന്നുകൊണ്ട് നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ചരിത്രമാണ്. നമുക്കൊക്കെ അറിയുന്നതുപോലെ പ്രസിദ്ധമായ ഒരുപാട് സമവാക്യങ്ങളും പ്രസിദ്ധമായ ഒരുപാട് മുദ്രാവാക്യങ്ങളും നമ്മുടെ രാജ്യത്തിന് സംഭാവന നൽകി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അടക്കം പ്രമേയങ്ങൾ അവതരിപ്പിച്ചതും പാസാക്കിയതുമൊക്കെ ജവഹർലാൽ നെഹ്റുവാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഭരണം 1947 ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഒരു ദരിദ്ര നാരായണന്മാരുടെ രാജ്യമായിരുന്നു നമ്മുടേത്. കഴിക്കാൻ ഭക്ഷണമോ ഉടുക്കുവാൻ തുണിയോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത് ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ ലോകത്തേക്ക് കയറ്റി അയക്കാൻ പര്യാപ്തമായ ഒരു രാജ്യമാക്കി മാറ്റുന്നതിൽ അടിത്തറയിട്ട വലിയ പ്രതിഭയായിരുന്നു
പണ്ഡിറ്റ്ജി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയപ്പെടുന്നത് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നാണ്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കെല്ലാം ഇത്തിരി ചരിത്രബോധം ഉള്ളവരാണ്, കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.